പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു. വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേർന്നു. സാലി, കണ്ണൂരിൽ എവിടെയാണ് ഇപ്പോൾ ജാഥ പര്യടനം നടത്തുന്നത്? എങ്ങനെ പുരോഗമിക്കുന്നു? വിശദാംശങ്ങൾ. കന്യ മലയോര മണ്ഡലമായ ഇരിക്കൂറിന്റെ ഭാഗമായ ശ്രീകണ്ഠാപുരത്താണ് ഇപ്പോൾ ജാഥയ്ക്ക് സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. ജാഥാ നായകൻ പിണറായി വിജയൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ജനക്കൂട്ടമാണ് മലയോര മേഖലയായ ഇരിക്കൂറിൽ പോലും എന്നുള്ളതാണ് സവിശേഷമായ എടുത്തു പറയേണ്ട കാര്യം. CPM-ന് വലിയ സ്വാധീനമുണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയാത്ത മലയോര മേഖലയാണിത്. വർഷങ്ങളായി പതിറ്റാണ്ടുകളായി UDF കൈവശം വെച്ചിരിക്കുന്ന ഒരു പ്രദേശം എന്ന് തന്നെ പറയാം. പക്ഷേ അക്ഷരാർത്ഥത്തിൽ എല്ലാ കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പതിനായിരങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തിയ കാഴ്ചയാണ് കാണുന്നത്. അത്തരത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന സ്വീകരണം ഇവിടെ ജാഥാ നായകന് പിണറായി വിജയന് ലഭിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ കല്യാശ്ശേരി മണ്ഡലത്തിന്റെ ഭാഗമായ പിലാത്തറയിൽ നിന്നാണ് ഇന്നത്തെ പര്യടനം ആരംഭിച്ചത്. അല്പം മുമ്പ് തളിപ്പറമ്പിലും സ്വീകരണം നൽകി. ഇവിടെയൊക്കെ വലിയ ജനസഞ്ചയം തന്നെ ഒഴുകിയെത്തിയിരുന്നു. അവിടെയൊക്കെ CPM-ന് വലിയ ജനസ്വാധീനമുള്ള മേഖലകളാണ്. എന്നാൽ ഇരിക്കൂറിൽ അതിലും വലിയ ജനസഞ്ചയം ഇവിടെ ഒഴുകിയെത്തി എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. ഇപ്പോൾ പിണറായി വിജയൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മട്ടന്നൂരിലും കൂടെ ഇന്നത്തെ സ്വീകരണമുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു. നാളെയും കണ്ണൂരിൽ പര്യടനം തുടരും. സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ബാർക്കോഴ കേസിൽ വിജിലൻസ് മലക്കം മറിയുന്നുവെന്ന് പിണറായി വിജയൻ. മാണിയെ വീണ്ടും മന്ത്രിയാക്കാനുള്ള നീക്കം പൊളിഞ്ഞുവെന്നും വിജിലൻസ് മൊഴി ശേഖരിച്ചത് താല്പര്യമുള്ളവരിൽ നിന്ന് മാത്രമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇന്നലെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത് ബാർക്കോഴ കേസിൽ വലിയ തോതിലുള്ള മലക്കം മറിച്ചിൽ വിജിലൻസ് നടത്തുന്നു എന്നുള്ളതാണ്. കാരണം വിജിലൻസിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായി വിഴുങ്ങാൻ കോടതി തയ്യാറായിട്ടില്ല. കോടതി അത് പൂർണ്ണമായി അംഗീകരിച്ചില്ല. വിജിലൻസിനോട് കോടതി കേസ് ഡയറിയും വസ്തുതാന്വേഷണ റിപ്പോർട്ടും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തട്ടിമുട്ടി ഈ ബജറ്റ് KM മാണിയെ കൊണ്ട് തന്നെ അവതരിപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പ്. അതിപ്പോൾ പൊളിഞ്ഞ അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി എല്ലാം അവസാനിപ്പിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടൽ, അതിൻ്റെ പിന്നിലുള്ള കള്ളക്കളി കോടതിക്ക് ബോധ്യമായതുകൊണ്ട് തന്നെ കോടതി അതിന്മേൽ കൂടുതൽ റിപ്പോർട്ട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇവിടെ കേസ് അട്ടിമറിക്കുന്നതിനുള്ള നീക്കത്തിനെതിരെയുള്ള ഒരു നടപടിയായിട്ടാണ് സ്വാഭാവികമായും കോടതിയുടെ ഈ തീരുമാനത്തെ നമുക്ക് കണക്കാക്കാവുന്നത്. പ്രാദേശിക വികസന പ്രശ്നങ്ങളും വിവിധ ജനവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങളും ചർച്ച ചെയ്താണ് നവകേരള മാർച്ച് ഓരോ മേഖലയിലൂടെയും കടന്നുപോകുന്നത്. കണ്ണൂർ ജില്ലയിലെ പര്യടനത്തിന്റെ ഭാഗമായി പയ്യന്നൂരിലെ ഖാദി കേന്ദ്രങ്ങളിൽ പിണറായി വിജയൻ ദർശനം നടത്തി. നവകേരള മാർച്ചിന്റെ 3-ാം ദിവസം ജാഥ ക്യാപ്റ്റൻ പിണറായി വിജയൻ പയ്യന്നൂരിലെ പരിസ്ഥിതി, വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, വ്യാപാരം, സാങ്കേതികവിദ്യ, കലാ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുമൊത്തുള്ള കൂടിക്കാഴ്ചയോടെയാണ് പര്യടനം ആരംഭിച്ചത്. എല്ലാ മേഖലകളും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ കാലത്ത് സമൂഹത്തെ അഴിമതിയിൽ നിന്നും മുക്തമാക്കാനും എല്ലാ മേഖലകളെയും അഴിമതിരഹിതമാക്കി മാറ്റാനും നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനുമുള്ള നിർദ്ദേശങ്ങളായിരുന്നു വിവിധ മേഖലകളിലെ വിദഗ്ധർ അവതരിപ്പിച്ചത്. പിന്നീട് ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യൻ ആനന്ദതീർത്ഥർ സ്ഥാപിച്ച ആനന്ദാശ്രമത്തിലും പിണറായി സന്ദർശനം നടത്തി. സാമൂഹ്യ നവോത്ഥാനത്തിന് മുഖ്യ പങ്കുവഹിച്ച ആനന്ദതീർത്ഥരുടെ ആശ്രമം പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. ശിവഗിരി മഠവുമായും ആശ്രമത്തിനുള്ള ബന്ധം അഭേദ്യമാണ്. AKGക്ക് മർദ്ദനമേറ്റ കാലത്താണ് ആനന്ദതീർത്ഥർ പയ്യന്നൂരിലെത്തുന്നത്. ആശ്രമത്തിലെ അന്തേവാസികളെ പിണറായി വിജയൻ നേരിൽ കണ്ടു. പയ്യന്നൂരിലെ ഖാദി ഗ്രാമവ്യവസായ കേന്ദ്രത്തിലും പിണറായി സന്ദർശനം നടത്തി. കൈത്തറി, ഖാദി, ബീഡി, മത്സ്യത്തൊഴിലാളി മേഖലകളിൽ തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് പിണറായി പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി
സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഇങ്ങനെ നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പരമ്പരാഗത വ്യവസായ മേഖല, ലക്ഷക്കണക്കിൽ തൊഴിലാളികൾ തൊഴിലെടുത്ത മേഖല, അത് മുഴുവൻ തകർന്നു പോയിരിക്കുന്നു. പിലാത്തറയിൽ ഭിന്നശേഷിക്കാർക്കും അശരണർക്കുമായി സ്ഥാപിച്ച ഹോപ്പിലും പിണറായി സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കേരളത്തിൽ സ്ത്രീകൾക്കു നേരെയുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം ഭയാനകമായ വർധന. 9344 കേസുകളാണ് സ്ത്രീകൾക്ക് നേരെയുള്ള വിവിധ അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം പോലീസ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്ത് പ്രായഭേദമന്യേ സ്ത്രീകൾ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ശാരീരിക, ലൈംഗിക, മാനസിക, സാമ്പത്തിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതായാണ് കണക്കുകൾ. 9344 കേസുകളാണ് സ്ത്രീകൾക്കു നേരെയുള്ള വിവിധ അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം പോലീസ് രജിസ്റ്റർ ചെയ്തത്. കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം സ്ത്രീകൾക്കു നേരെയുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ്. 1249 കേസുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത്. കണക്കുകൾ പ്രകാരം തൊട്ടുപിന്നിലായി മലപ്പുറം ജില്ലയും തൃശൂരുമുണ്ട്. 1130 കേസുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 1071 കേസുകൾ തൃശൂരിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 997, 826 എന്നിങ്ങനെയാണ് കോഴിക്കോട്, എറണാകുളം ജില്ലയുടെ കണക്കുകൾ. പോലീസിന്റെ പക്കലെത്താത്ത കേസുകളും ഈ സംഖ്യയോട് കൂട്ടുമ്പോൾ പേടിപ്പെടുത്തും വിധം സംസ്ഥാനത്ത് സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചതായി കാണാം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളുടെയും പീഡന ശ്രമങ്ങളുടെയും കണക്കുകൾക്ക് പുറമെയാണ് മേൽപ്പറഞ്ഞ കണക്കുകൾ. കേരളത്തിന്റെ യശസ് നാടിനു മുന്നിൽ താഴ്ത്തിയ പെൺവാണിഭങ്ങളും ഏറ്റവും ഒടുവിലായി അടൂരിലേതുൾപ്പെടെ എടുത്തു പറയത്തക്കതായി ഒട്ടേറെ സംഭവങ്ങളുണ്ട് ഈ കണക്കുകൾ ശരിയാണെന്ന് തെളിയിക്കാൻ. സ്ത്രീ പീഡനങ്ങൾക്കാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസെടുത്തിട്ടുള്ളത്. 3052 കേസുകളാണ് വിവിധങ്ങളായ പീഡനങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2850 ഭർതൃപീഡനം, 924 ബലാത്സംഗം എന്നിവയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പോയ വർഷം സംസ്ഥാനത്ത്. സ്ത്രീകൾക്കു നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളുടെ എണ്ണം ഒരു വടക്കൻ സംസ്ഥാനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തെ. ദിനംപ്രതി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയല്ലാതെ ഇത് തടയാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ഭയാനകമായ സത്യം. കോഴിക്കോട് നിന്നും വിനിഷ വൃന്ദാവൻ. കാലം ഇത്ര പുരോഗമിച്ചിട്ടും ബസ് യാത്രകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് കുറവുണ്ടായിട്ടില്ല. സംവരണം ചെയ്ത സീറ്റ് ലഭിക്കാൻ പോലും ബഹളം വെക്കേണ്ട അവസ്ഥയാണിപ്പോൾ. കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ സ്ത്രീകൾ എത്രമാത്രം സുരക്ഷിതരാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. പരാതികൾ അവർ തന്നെ പറയട്ടെ. സ്ത്രീകളുടെ സീറ്റ് സംവരണം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇപ്പോൾ ഗർഭിണികളായ സ്ത്രീകളാണെങ്കിലും കുട്ടികൾ എടുത്തിട്ട് വരുന്ന സ്ത്രീകളാണെങ്കിലും ചോദിച്ച് വാങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. അല്ലാതെ അറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ആ സീറ്റ് അവർക്ക് വേണ്ട സീറ്റാണ് അതുകൊണ്ട് ഒന്ന് മാറിക്കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു പുരുഷന്മാർ കുറവാണ്. കൃത്രിമ തിക്കും തിരക്കുമുണ്ടാക്കി സ്ത്രീകൾ നിൽക്കുന്ന മുൻവശത്തേക്കെത്തുന്ന പുരുഷന്മാരുടെ ശല്യത്തിന് ഒട്ടും കുറവില്ല. തിരക്കില്ലെങ്കിൽ പോലും തിരക്കുണ്ടെന്ന് കാണിച്ചിട്ട് ബസ്സിൽ അനാവശ്യമായ തിരക്കുണ്ടാക്കി അതുപോലെ സ്ത്രീകൾ പോകുന്ന വഴി കൂടി തന്നെ ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ അത് ആ ഒരു ഡിസിപ്ലിൻ പാലിക്കാതെ ആ ഒരു ബസ് യാത്ര ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആളുകളാണ് നമ്മുടെ ഇടയിൽ കാണുന്നത്. പരാതിപ്പെടുന്നവരെ കുറ്റക്കാരാക്കി അപമാനിക്കുകയാണ് പലരും. ലേഡി സീറ്റ് ഒഴിഞ്ഞു തരാൻ പറയാറുണ്ട്. ചിലപ്പോൾ മാറി തരില്ല. അപ്പോൾ കണ്ടക്ടറോട് പറയും, കണ്ടക്ടർ മാറ്റി തരാറുണ്ട്. നമ്മൾ എത്ര പ്രതികരിച്ചാലും എന്ത് ചെയ്താലും ഉണ്ടല്ല, നമ്മൾ മിണ്ടാതെ നിൽക്കുകയെന്ന് വിചാരിച്ചോ, നിങ്ങൾ മുട്ടി നിൽക്കുമ്പോൾ ഞാൻ മിണ്ടാതെ നിന്നാൽ വേറെ ആൾക്കാർ പറയും, സ്ത്രീകളടക്കം പറയും, അവളെ മിണ്ടാതെ നിൽക്കണല്ല, അവൾക്ക് അങ്ങനെയാന്ന് പറയും. നേരെ മറിച്ച് നമ്മൾ പ്രതികരിച്ചാലോ നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാൻ പോലില്ല, ആരും. ബസ് യാത്രകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് പരിമിതികളുണ്ട് എന്ന് പോലീസും മോട്ടോർ വാഹന വകുപ്പും പറയുമ്പോൾ സ്വയം രക്ഷിക്കാൻ നിർബന്ധിതരാകുകയാണ് സ്ത്രീ സമൂഹം. ഇത്തരം പരാതികളില്ലാത്ത ഒരു ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. ബിജെപിയുടെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ശോഭാ സുരേന്ദ്രനും MT രമേശിനും അടക്കം 4 ജനറൽ സെക്രട്ടറിമാർ, 9 വൈസ് പ്രസിഡന്റുമാരെയും പ്രഖ്യാപിച്ചു. PV രാജേഷിനെ വക്താവ് സ്ഥാനത്തു നിന്ന് മാറ്റി JR പത്മകുമാറിനെ പുതിയ വക്താവാക്കി. വിശദാംശങ്ങളുമായി മനു ശങ്കർ ദില്ലിയിൽ നിന്ന് ചേരുന്നു. മനു, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
ധന്യ, എന്തായാലും കൃഷ്ണദാസ് പക്ഷത്തിന് തക്കതായ ഒരു ഭൂരിപക്ഷം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയ സംസ്ഥാന ഭാരവാഹികളെ BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ജനറൽ സെക്രട്ടറിമാരുടെ തലത്തിലേക്ക് ശോഭാ സുരേന്ദ്രനൊപ്പം MT രമേശിനെയുമാണ് പുതിയ ജനറൽ സെക്രട്ടറിമാരായി പരിഗണിച്ചിരിക്കുന്നത്. ഒപ്പം നിലവിലെ ജനറൽ സെക്രട്ടറിമാരായിരുന്ന AN രാധാകൃഷ്ണനെയും K സുരേന്ദ്രനും ജനറൽ സെക്രട്ടറിമാരായി തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ശ്രദ്ധേയമായത് ജനറൽ സെക്രട്ടറിമാരുടെ പദത്തിൽ തന്നെ K സുരേന്ദ്രൻ മാത്രമാണ് മുരളീധര പക്ഷത്തിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം. മറ്റു പേരെല്ലാം കൃഷ്ണദാസ പക്ഷത്ത് നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ളവരാണ്. ഒപ്പം VV രാജേഷിനെ പുതിയ ഈ വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കുകയും പകരം JR പത്മകുമാറിനെ പുതിയ വക്താവായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. VV രാജേഷിനെയും ഒപ്പം സജീവിനെയും നിലവിലെ വക്താക്കളായിരുന്ന ഇരുവരെയും ഇപ്പോൾ BJPയുടെ സംസ്ഥാന സെക്രട്ടറി തലത്തിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഒപ്പം 9 വൈസ് പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ജോർജ് കുര്യൻ, വേലായുധൻ അടക്കമുള്ള 9 പേരാണ് ഈ 9 വൈസ് പ്രസിഡന്റുമാരുടെ കടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒപ്പം KP പ്രകാശ് ബാബുവിനെ യുവമോർച്ച പ്രസിഡന്റായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഒപ്പം ശ്രദ്ധേയം അത് പാർട്ടിയിലേക്ക് ഗിരിജ കുമാരിനെ സംസ്ഥാന സെക്രട്ടറിയായി ഇപ്പോൾ ഈ പുതിയ പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ശ്രദ്ധേയം. ഒപ്പം സംഘടനാ ചുമതലയുണ്ടായിരുന്ന K ഉമാകാന്തിനെ ഇപ്പോൾ നീക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരുടെ പദത്തിലുള്ള 3 പേരും കൃഷ്ണദാസ പക്ഷത്തു നിന്ന് ഉള്ളവരാണ് എന്നത് തന്നെയാണ് ശ്രദ്ധേയം. നിലവിൽ ഇപ്പോൾ പാർട്ടി പുതിയ സംസ്ഥാന ഭാരവാഹികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് കുമ്മന രാജശേഖരൻ അടക്കമുള്ളവർ ദില്ലിയിൽ എത്തുകയും ദേശീയ നേതൃത്വവുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സംസ്ഥാന തലത്തിൽ ഒരു അഴിച്ചുപണി ആവശ്യമാണ് എന്ന ഒരു നിഗമനത്തിലെത്തുകയും തുടർന്നായിരുന്നു ഇത്തരത്തിൽ പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിൽ കൃഷ്ണദാസ പക്ഷത്തിന് എന്തായാലും വലിയൊരു മുൻതൂക്കമാണ് നൽകിയിരിക്കുന്നത്. ധന്യ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തലസ്ഥാനത്ത് തിരിതെളിയാൻ ഇനി ഒരു ദിനം മാത്രം ശേഷിക്കെ അവസാനഘട്ട ഒരുക്കങ്ങൾ തകൃതിയാവുകയാണ്. കലോത്സവത്തിന്റെ ഉദ്ഘാടന ദിനത്തിലെ സാംസ്കാരിക ഘോഷയാത്ര ഉത്സവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. 7 ദിനം നീളുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് 7 തിരിയിട്ട നിലവിളക്കിൽ തിരിതെളിയാൻ ഇനി ഒരു ദിനം കൂടി. 19-ാം തീയതി രാവിലെ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ പുത്തിരിക്കണ്ടം മൈതാനത്തിൽ DPI MS ജയ പതാക ഉയർത്തുന്നതോടെയാണ് കലാമാമാങ്കത്തിന് തുടക്കമാകുന്നത്. 18-ന് രാവിലെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര തലസ്ഥാനത്ത് എത്തിച്ചേരും. വിവിധ സ്കൂളുകളിൽ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് വൻപിച്ച സ്വീകരണം നൽകും. 19 വേദികളിലായി 232 ഇനങ്ങളിലായാണ് ഇത്തവണ മത്സരം നടക്കുന്നത്. കലോത്സവം പടിവാതിൽക്കൽ എത്തിയതിനാൽ തന്നെ വേദികളിൽ ഒരുക്കം തകൃതിയാവുകയാണ്. ഉദ്ഘാടന ദിനത്തിലെ ഘോഷയാത്ര തലസ്ഥാന നഗരിയുടെ ഉത്സവമാക്കാനാണ് സംഘാടകരുടെ തീരുമാനം. 19-ന് ഉച്ചയ്ക്ക് 2:30-ന് ഗവൺമെന്റ് സംസ്കൃത കോളേജിന് മുന്നിൽ DGP സെൻകുമാർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ഘോഷയാത്രയുടെ പ്രധാന ആകർഷണം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ആതിര മുരളി ഉൾപ്പെടെയുള്ള 56 പേരുടെ മോട്ടോർ ബൈക്ക് പ്രകടനമാണ്. സംസ്ഥാന പോലീസിന്റെ അശ്വാരൂഢ സേന ഘോഷയാത്രയിൽ അണിനിരക്കും. ജില്ലയിലെ 35 സ്കൂളുകളിൽ നിന്നായി 10,000 കുട്ടികൾ ഘോഷയാത്രയിൽ പങ്കെടുക്കും. കലോത്സവ വേദിയിൽ കലോത്സവത്തിന്റെ ചരിത്ര പ്രദർശനവും ക്രമീകരിക്കുന്നുണ്ട്. മത്സരാർത്ഥികളെ വരവേൽക്കാൻ അക്ഷരാർത്ഥത്തിൽ അനന്തപുരിയും അവസാനഘട്ട ഒരുക്കത്തിലാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിഖ്യാത ഗസൽ ഗായകൻ ഗുലാം അലിയുടെ ഗസൽ സന്ധ്യ അല്പസമയത്തിനകം ആരംഭിക്കും. കോഴിക്കോട് സ്വപ്നനഗരിയിലാണ് ഗസൽ സന്ധ്യ അരങ്ങേറുന്നത്. 10,000 പേർക്കിരിക്കാവുന്ന പ്രത്യേക വേദിയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഗസൽ സന്ധ്യയോടനുബന്ധിച്ച് ഗുലാം അലിയെ ആദരിക്കും. സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ശാസ്ത്രലോകത്തിന് അത്ഭുത നേട്ടവുമായി ബഹിരാകാശത്തിൽ സ്വീനിയ പുഷ്പം വിരിഞ്ഞു. അമേരിക്കയിൽ കാണുന്ന സ്വീനിയ പുഷ്പമാണ് രാജ്യാന്തര ബഹിരാകാശ കേന്ദ്രത്തിൽ വിരിഞ്ഞത്. ഭൂമിക്ക് വെളിയിൽ ആദ്യമായി പൂക്കുന്ന ചെടിയായി സ്വീനിയ ചരിത്രത്തിൽ ഇടം പിടിച്ചു. അങ്ങനെ അവസാനം അതും സംഭവിച്ചു. ബഹിരാകാശത്ത് പുഷ്പം വിരിയിച്ച് ബഹിരാകാശ ശാസ്ത്രജ്ഞർ ചരിത്രം കുറിച്ചു. രാജ്യാന്തര ബഹിരാകാശ കേന്ദ്രത്തിലെ വെജി ലാബിലാണ് സീനിയ എന്ന പുഷ്പം വിരിഞ്ഞത്. പുഷ്പത്തിന്റെ ചിത്രങ്ങൾ ബഹിരാകാശ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ സ്കോട്ട് കെല്ലി ട്വീറ്റ് ചെയ്തു. പരീക്ഷണം വിജയിച്ചതോടെ ഭൗമാന്തരീക്ഷത്തിന് പുറത്തു വിരിയുന്ന സസ്യമായി മാറി സീനിയ. തെക്ക് പടിഞ്ഞാറൻ അമേരിക്കയിൽ പൊതുവെ കാണപ്പെടുന്ന പുഷ്പമാണ് സീനിയ മൈക്രോഗ്രാവിറ്റിയൻ. എങ്ങനെയാണ് ബഹിരാകാശത്ത് സസ്യജാലങ്ങൾ വളരുക എന്ന് പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് സീനിയ പുഷ്പത്തെ വിരിയിച്ചത്. മറ്റൊരു പരീക്ഷണത്തിന്റെ ഭാഗമായി കാബേജും വിരിയിക്കുന്നുണ്ട്. 2014 ബഹിരാകാശ കേന്ദ്രത്തിൽ വെജി ലാബ് സജ്ജീകരിച്ചത്. സീനിയ പുഷ്പിച്ചതോടെ ഭൗമാന്തരീക്ഷത്തിന് പുറത്ത് എങ്ങനെ സസ്യജാലങ്ങളെ വളർത്താമെന്ന കാര്യത്തിൽ നിർണായക മുന്നേറ്റമുണ്ടായതായാണ് വിലയിരുത്തൽ. തക്കാളി പോലുള്ള പഴങ്ങൾ വിരിയിക്കാനാണ് പര്യവേക്ഷകരുടെ അടുത്ത പദ്ധതി.
LED ലൈറ്റുകൾ ഉപയോഗിച്ചാണ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തിന് സമാനമായ സാഹചര്യം ശാസ്ത്രജ്ഞർ ബഹിരാകാശ കേന്ദ്രത്തിൽ സൃഷ്ടിച്ചത്. ഭൂമിയിൽ വിരിയുന്നതിന് സമാനമാണ് ബഹിരാകാശ കേന്ദ്രത്തിൽ വിരിഞ്ഞ സീനിയ. ഗുരുത്വാകർഷണമില്ലാത്തതിനാൽ ദളങ്ങൾ വളഞ്ഞിട്ടില്ലെന്ന് മാത്രമാണ് വ്യത്യാസം. ഇത്തരത്തിൽ പഴങ്ങളും മറ്റും വിളയിച്ചെടുക്കാനാവുകയാണെങ്കിൽ ബഹിരാകാശ പര്യവേഷണത്തിൽ ഏർപ്പെടുന്നവർക്ക് ബഹിരാകാശ കേന്ദ്രത്തിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കാൻ കഴിയുന്ന കാലം വരുമെന്നാണ് നാസയുടെ പ്രതീക്ഷ. സയൻസ് ഡെസ്ക്.